ഇതെന്താ ഇന്ന് ഞാൻ വരും കേട്ടോ, ട്രെയിൻ കയറാൻ നിൽക്കുമെന്ന്. അപ്പോഴേ എനിക്ക് അറ്റാക്ക് വന്നു കഴിച്ച്. എന്താണ് അറിഞ്ഞോട് കഴിച്ച് ഭയങ്കര മടിയാണ്. നാളെ തന്നെ ആയിരിക്കും എൻ്റെ അടിയന്തരവും എല്ലാം. അതീവ ഗുരുതരമായിട്ട് കിടക്കുവാണ്. ഞാൻ എന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നില്ലേ? അതീ കട്ട് ചെയ്ത് ഞാൻ എവിടം വരാക്കോ എന്തോ കാണേണ്ട കാഴ്ച തന്നെ. ഞാൻ പറഞ്ഞില്ലയോ മാറി ഇറക്കാൻ കൊണ്ട് പോടാ. ഞാൻ ഇങ്ങനെ ഇടണോ ഇതാ ഇട്ടുക എടാ. ഹലോ 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 ആര് പറഞ്ഞു മ്യാവൂ? ഞാനാ നിങ്ങളുടെ കാത്തു. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വിചാരിച്ചാൽ ഒരുപാട് ഇൻട്രോ പറഞ്ഞ് കുളവാക്കുന്നില്ല, സമയം തീരെയില്ല. പെട്ടെന്നുണ്ടായ ഒരു ഐഡിയയിൽ എടുക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. ഈ വീഡിയോ എടുക്കാൻ ഒരു കാരണമുണ്ട്. ഇന്ന് സാറ്റർഡേ ആണ്, അതല്ല കാരണം എന്താണെന്ന് വിചാരിച്ചാൽ, ഇപ്പം അമ്മ സാറ്റർഡേ സൺഡേ ആണ് വരുന്നതെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് എല്ലാവർക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം മുമ്പത്തെ സാറ്റർഡേ അമ്മ പോയപ്പോൾ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതെന്താ ഓക്കെ. മുമ്പത്തെ സാറ്റർഡേ അമ്മ പോയപ്പോൾ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സാറ്റർഡേ സൺഡേ വരത്തതേ ഇല്ല, അടുത്ത സാറ്റർഡേ സൺഡേയിലേ വരത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ സാറ്റർഡേ സൺഡേ അമ്മ വരത്തില്ലല്ലോ, അപ്പോൾ വീട്ടിനകത്ത് വലിയ തൂപ്പും ഒന്നും ചെയ്യണ്ട, വലിയ ജോലിയൊന്നും ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചു ഞാനൊന്നും ചെയ്തിട്ടില്ല ഗൈസ്. ഒരു വഹയും ചെയ്തു വെച്ചിട്ടില്ല ഇതിനകത്ത്. അപ്പം ഇന്ന് ഞാൻ വരും കേട്ടോ, ട്രെയിൻ കയറാൻ നിൽക്കുമെന്ന്. അപ്പോഴേ എനിക്ക് അറ്റാക്ക് വന്നു കഴിച്ച്. ഞാൻ പറഞ്ഞു മുമ്പത്തെ ആഴ്ച പറഞ്ഞാൽ വരത്തില്ല, ഇനി അടുത്ത സാറ്റർഡേ വരുമെന്നല്ലേ പറഞ്ഞത്. അപ്പം പറഞ്ഞല്ല, ഞാൻ തീരുമാനം മാറ്റി ഈ സാറ്റർഡേ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ അമ്മയെന്ന് പറഞ്ഞു. എന്താ പ്രശ്നമെന്ന് വിചാരിച്ചാൽ ഞാൻ ഈ വീട് വൃത്തിയാക്കിയിട്ടേ ഇല്ല. അമ്മ ഇങ്ങോട്ട് വന്ന് ഈ കോലം കണ്ടു കഴിഞ്ഞാൽ എനിക്ക് നല്ല അടിപൊളിയായിരിക്കും ഗൈസ്, അടിപൊളിയായിരിക്കും. സത്യം പറഞ്ഞാൽ അമ്മ വരുന്ന ആഴ്ചകളിലാണ് ഈ വീട് ഞാനൊന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യുന്നത്, അല്ലാതെ ഞാൻ ചെയ്യത്തില്ല. അമ്മയുടെ വായിരിക്കുന്ന ഇത്രയും കേട്ടാലും ഞാൻ ചെയ്യത്തില്ല. എന്താണ് അറിഞ്ഞോട് ഗൈസ് ഭയങ്കര മടിയാണ്. ഉച്ചയ്ക്ക് 1 മണി കഴിഞ്ഞപ്പോഴാണ് അമ്മ എന്നെ വിളിച്ചു പറഞ്ഞത് അമ്മ ട്രെയിൻ കയറാൻ വരുന്നു എന്നുള്ള കാര്യം. ട്രെയിൻ കയറാൻ വന്നുകൊണ്ടിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് 2 മണിക്ക് ലൈവ് ഉണ്ട്, 2 മണിക്ക് മുമ്പേ ഉണ്ട്, 1:50 അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ലൈവ് മാറ്റാൻ പറ്റത്തില്ല, കാര്യം സൺഡേ ഞാൻ ലൈവ് ചെയ്യാറില്ല. അപ്പോൾ സാറ്റർഡേ എങ്കിലും ചെയ്യേണ്ടതെന്ന് വിചാരിച്ച് ഞാൻ ലൈവ് ചെയ്ത് തീർന്നപ്പോഴത്തേനും ഒരു 3:45 ആയി. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ അമ്മയുടെ ലൈവിൽ കയറി, എന്ന് വെച്ചാൽ അഖിൽ ചേട്ടൻ്റെ അമ്മയുടെ ലൈവ് കാണാൻ പോയി. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനാണെങ്കിൽ അമ്മ വീഡിയോ കോൾ ചെയ്ത്, ആ വീഡിയോ കോൾ കട്ട് ചെയ്തതിന് ശേഷമാണെങ്കിൽ ഞാൻ നന്ദോടൻ, അപ്പോഴത്തേനും എനിക്ക് വിശക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഞാൻ നന്ദോടനും കൂടെ സ്നാക്സ് തിന്നാൻ വേണ്ടിയിട്ട് പോയി. അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേനും കുറേ സമയം എടുത്ത്. അതും കഴിഞ്ഞിട്ട് വൈകിട്ട് ഇവിടെ വന്നിട്ട് കുറച്ച് നേരം ഫോണിൽ കളിച്ചിരുന്നപ്പോഴത്തേക്കും സമയം ഇപ്പോൾ 7 മണി കഴിഞ്ഞു. ഇപ്പോൾ അമ്മ വിളിച്ചിട്ട് പറഞ്ഞു കുക്കു ഞാൻ കൊല്ലത്തെത്താറായി. ഞാൻ പറഞ്ഞാൽ ഓക്കെ അമ്മ സൺഡേ മോർണിംഗേ ഇങ്ങോട്ട് വരത്തുള്ളൂ കേട്ടോ, ഞാൻ കളിച്ചേട്ടൻ താമസിക്കുന്ന വീട്ടിലോട്ട് വരത്തുള്ളൂ. അപ്പം ഈ വീട് ഇങ്ങനെ കിടക്കുന്ന കണ്ട മിക്കവാറും നാളെ തന്നെ ആയിരിക്കും എൻ്റെ അടിയന്തരവും എല്ലാം. എന്നെ കൊന്നു വെക്കും ഈ വീട് ഇങ്ങനെ കുളമായിട്ട് കിടക്കണം. അമ്മയ്ക്ക് ഇഷ്ടമല്ലാത്ത കാര്യം, അമ്മയ്ക്ക് എപ്പോഴും വീട് വൃത്തിയാക്കി കിടക്കണം. അതുകൊണ്ട് അമ്മ വരുന്ന സമയങ്ങളിൽ മാത്രമേ ഞാൻ ഇത്രയും നല്ലതായിട്ട് എൻ്റെ വീട് വൃത്തിയാക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ ഓക്കെ ഗൈസ്, വേറെ ആരും ഇല്ലല്ലോ, ഞങ്ങൾ 2 പേരല്ലേ ഉള്ളൂ. പിന്നെ പുറത്തുനിന്ന് ആരും അങ്ങനെ അധികം വരാറില്ലല്ലോ, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലായിരുന്നു. അപ്പം അമ്മ ഇപ്പം വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ ഒരു ഷോക്കായി. ഇപ്പം സമയം 7:25 കറക്റ്റ് 7:25 ആയിട്ടുണ്ട്. ഇപ്പം സമയം 7:25 ആണോ, സോറി 7:35 ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇപ്പം തൊട്ട് ഞാൻ ക്ലീനിങ് തുടങ്ങാൻ പോവാണ് ഗൈസ്. അതിന് മുമ്പ് ഈ വീഡിയോ ഞാൻ കാണിച്ചു തരാം കേട്ടോ, എന്നിട്ട് ലാസ്റ്റും പറ്റുമെങ്കിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം എൻ്റെ ഫോണിൽ ചാർജില്ല, സത്യം പറഞ്ഞാൽ ഞാൻ ചാർജ് കുത്തിയിട്ടാണ് ഇവിടെ വ്ളോഗ് എടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ എന്നത്തെയും സ്പേസിൽ നിന്ന് മാറി ഞാൻ ബെഡ്റൂമിനകത്ത് വെച്ചിട്ട് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ചാർജും കൂടെ കുത്തിയിട്ടേക്കുമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, പെട്ടെന്ന് തോന്നിയ ഐഡിയ ആണ്, എന്നാൽ പിന്നെ ഇന്നൊരു ക്ലീനിങ് വ്ളോഗ് എടുക്കാമല്ലോ എന്ന്. അത്ര ഞാൻ വിചാരിച്ചു ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഗൈസ്. എന്തായാലും ഇന്നൊരു 12 മണിക്ക് മുമ്പ് ഈ വീട് വൃത്തിയാക്കി കഴിയണം എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന. നടക്കുമോ ഇല്ലയോ എന്നൊന്നും എനിക്ക് ഒരു ഉറപ്പുമില്ല ഗൈസ്, എന്താവുമെന്ന് അറിയത്തില്ല. എന്തായാലും നിങ്ങൾ ഇൻട്രോ പറഞ്ഞ് ഞാൻ ഒരുപാട് ബോറടിപ്പിക്കുന്നില്ല. അതിന് മുമ്പ് തന്നെ ഞാൻ ഈ ബെഡ്റൂമും കാര്യങ്ങളും എല്ലാം കാണിച്ചു തരാം, പറ്റുമെങ്കിൽ കാണിച്ചു തരാം. ഇത് അതീവ ഗുരുതരമായിട്ട് കിടക്കുകയാണ്.
ഞാൻ എന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നില്ലേ? അതീ പറഞ്ഞാൽ എൻ്റെ മാത്രമല്ല, അഖിൽച്ചേട്ടനെ പിന്നെ കൊന്നു വെക്കും. അതുകൊണ്ട് അഖിൽച്ചേട്ടൻ എൻ്റെ അടുത്ത് വൈകിട്ട് വിളിച്ച് പറഞ്ഞു, കുക്കു ആ വീടെല്ലാം വൃത്തിയാക്കിക്കോണേ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ. പക്ഷെ ഉച്ച തൊട്ടുള്ള എൻ്റെ സമയം ഇങ്ങനെയാണ് കഴിച്ച് പോയത്. ഇപ്പം തന്നെ 7:35 നീ ഇപ്പോൾ ഇൻട്രോ പറഞ്ഞു, ഇനി ഒരു 10 മിനിറ്റ് ഫോൺ കുത്തിയിടുമ്പോഴത്തേന് ഫോൺ ഫുള്ളോ. അത് കഴിഞ്ഞിട്ട് വീഡിയോ എല്ലാം എടുക്കാമെന്ന് വിചാരിച്ച് എന്താവുമെന്ന് അറിയത്തില്ല. എന്തായാലും ഇനി ഇൻട്രോ പറഞ്ഞ് ഒരുപാട് കുഴപ്പിക്കുന്നില്ല, ഒരുപാടായി. ഇത് നീ കട്ട് ചെയ്ത് ഞാൻ എവിടം വരാക്കോ എന്തോ. ചെലവടിച്ചിരിക്കാതെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാൻ കേട്ടോ. ടാറ്റാ, എനിക്ക് എനർജി കിട്ടാൻ പ്രാർത്ഥിക്കണേ. എന്തായാലും ഗായ്സ്, ഞാൻ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കാര്യം അത് ഞാൻ ലൈവ് ചെയ്യാൻ നേരത്തിട്ട് പിന്നെ കടയിൽ പോകാൻ നേരത്തൊക്കെ ഇട്ട നല്ലൊരു ഡ്രസ്സായിരുന്നു. അതുകൊണ്ട് വീട്ടിലിടുന്ന ഡ്രസ്സൊക്കെ മാറ്റി മുടിയൊക്കെ നല്ലതായിട്ട് കെട്ടി വെച്ചിട്ടാണ് വന്നത്. കാര്യം ഇത് കഴിയുമ്പോഴത്തേന് എൻ്റെ കോലം കണ്ടോണം. നല്ലയാവും. ഇപ്പം തന്നെ ഇതെങ്ങനെ തീർക്കുമെന്ന് ആലോചിച്ചിട്ട് എനിക്ക് ഇപ്പോഴേ തല ഇറങ്ങുന്നു ഗൈസ്. എന്തായാലും എനിക്ക് അറിയത്തില്ല ഗൈസ് എന്താണെന്ന്. റൂം കാണിച്ചില്ലല്ലോ, കാണേണ്ട കാഴ്ച തന്നെ. ദൈവമേ, ഈ വ്ലോഗ് എൻ്റെ അമ്മ കണ്ടു കഴിഞ്ഞാലുള്ള സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കും. വെരി നൈസായിരിക്കും. അപ്പം എന്താ ഗൈസ് പറയാമെന്ന്. അപ്പം കണ്ടിട്ട് വരൂ. ടാറ്റ. ഇനി എനിക്കൊന്നും പറയില്ല. ഞങ്ങളുടെ റൂമാണ് ഗൈസ് ഇപ്പം കാണിക്കാൻ പോകുന്നത്. അതിഗംഭീര കാഴ്ചകളൊക്കെയാണ്. ഇത് കണ്ടോ, തറയിലും ഉണ്ട്. ഞാൻ എന്തിനാ ഡ്രസ്സ് അവിടെ ഇട്ടോ എന്തോ. അതുകൊണ്ട് അഖിൽച്ചേട്ടൻ്റെ കസേരയുടെ അടിയിൽ 3 ഗ്ലാസ്സുകളാണ് ബദാം പരിപ്പ് മുക്കിയിട്ട 3 ദിവസം. നല്ല പൊടിയാണ്. ഈ ബെഡ്ഷീറ്റ് മാറ്റിയിട്ട് ഒരാഴ്ചയായി. മുമ്പടുത്ത ആഴ്ച അമ്മ വന്നപ്പോൾ ഇട്ടുന്ന. പിന്നെ ഇവിടെയൊക്കെ കുറച്ച് കുഴപ്പമില്ലാതൊക്കെ അത്രയുണ്ട് ഗൈസ്. പിന്നെ കണ്ടില്ലേ ഗൈസ്, തറയെല്ലാം നല്ല അതിലും അടിപൊളിയായിട്ടാണ് കിടക്കുന്നത്. പിന്നെ എൻ്റെ ഉൾപ്പാടിളകും ഗൈസ്. അപ്പുറത്തെ റൂം കാണിച്ചു തരാം. ഇതാണ് ഗൈസ് ഹാളിൻ്റെ കോലം. ഞാൻ ഇതിനകത്തൊന്നും ഒന്നും മാറ്റിയിട്ടില്ല. ഒരു തുണ്ട് പേപ്പർ പോലും ഞാൻ മാറ്റിയിട്ടില്ല കേട്ടോ. ഇപ്പോൾ ഇതെങ്ങനെ കിടന്നോ അതുപോലെ തന്നെയാണ് കിടക്കുന്നത്. ഈ വീടിൻ്റെ ഈ കോലം കണ്ടു കഴിഞ്ഞാൽ എന്നെ ഈ വീട്ടിൽ നിന്ന് അമ്മ എപ്പം ചവിട്ടി പുറത്താക്കും എന്ന് ചോദിക്കുന്നതായിരിക്കും നല്ലത്. ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ പിന്നെ കാണാനും വേണ്ടിയുണ്ട്. മറ്റേ റൂം ഞാൻ കാണിക്കുന്നില്ല ഇപ്പോഴേ. റൂമിൻ്റെ കാര്യം പിന്നെ പറയാതിരിക്കുന്നതാണ് ഗൈസ് ഭീതം. സമയം 7:45 ആയിട്ടുണ്ട് ഗൈസ്. ആദ്യം തന്നെ ബെഡ്റൂം തന്നെ വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. കാര്യം ബെഡ്റൂം ഇത്രയും വൃത്തിയേടായി കിടന്ന അമ്മ എന്നെ ചീത്ത വിളിച്ച് കണ്ണു ഓടിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഫസ്റ്റ് അത് തന്നെ വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അഖിൽച്ചേട്ടൻ വരുന്നതിന് മുമ്പ് ബെഡ്റൂം വൃത്തിയാക്കി കൊടുത്തില്ലെങ്കിൽ പിന്നെ അഖിൽച്ചേട്ടന് ഭയങ്കര ദേഷ്യമാണ്. ഇങ്ങനെ കിടന്നാൽ കുഴപ്പമില്ല, പക്ഷേ വരുമ്പോൾ ഇങ്ങനെ വൃത്തിയാക്കിക്കൊണ്ട് ഇരുന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഏതായാലും തുണിയെല്ലാം പറക്കി ഞാൻ വാഷിംഗ് മെഷീനിലോട്ട് കൊണ്ടുപോയി ഇടാമെന്ന് വിചാരിച്ചു. ഞാൻ അപ്പോഴേ അങ്ങ് വാഷിംഗ് മെഷീനിലാണ് കൊണ്ടുപോയി ഇടുന്നത്. അപ്പോഴേ കറക്കത്തൊന്നുമില്ല, അങ്ങ് കൊണ്ടുവന്ന് ഇടും. വാഷിംഗ് മെഷീൻ അറിയുമ്പോൾ എനിക്കറിയാം അപ്പോഴേ ഞാൻ കൊണ്ടുപോയി കറക്കാനിടത്തുള്ളൂ. എന്ന് വെച്ചാൽ എല്ലാ തുണികളും ഒരുമിച്ചല്ല കേട്ടോ. പിന്നെ അതിനകത്ത് കിടന്ന് കമ്പിളിയും ബെഡ്ഷീറ്റും എല്ലാം മാറ്റാമെന്ന് വിചാരിച്ചു. പിന്നെ എൻ്റെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, എൻ്റെ വീഡിയോ കാണുന്നവർക്കാണെങ്കിൽ അറിയാം, കുറേ സൈഡിലുള്ള അളുകൊളുത്ത സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതാണ്ട് ഈ ഒരു ബെഡ്ഷീറ്റാണ് എടുത്ത് പുതച്ചത്. എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ബെഡ്ഷീറ്റാണ് കേട്ടോ. ഇത് അഖിൽച്ചേട്ടൻ്റെ അമ്മ തന്നെയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് എൻ്റെ കൂടെ കൂട്ടിയിട്ട് ഒരു 4.5 വർഷമായി. കാര്യം പണ്ട് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് അമ്മ തന്ന ബെഡ്ഷീറ്റാണ്. അതുകൊണ്ട് തന്നെ ഞാൻ സൂക്ഷിച്ച് വെച്ചേക്കുവാണ്. അത് കഴിഞ്ഞ് ഈ ഒരു ഇടയ്ക്കാണ് ഞാനിത് തേവൻ്റെ വീട്ടിൽ നിന്ന് എടുത്തിട്ട് വന്നത്. കഴുകാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. പിന്നെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയിട്ടില്ല. അമ്മൂമ്മ ഞാൻ കൊണ്ടുപോകാനല്ല, അമ്മൂമ്മ പറഞ്ഞാണ് വേണ്ട ഇത് നീ വെച്ചോളാം. അമ്മൂമ്മയാണോ അമ്മയാണോ ആരോ ഒരാൾ പറഞ്ഞാണ് കേട്ടോ. എനിക്ക് ഈ ബെഡ്ഷീറ്റ് ഭയങ്കര ഇഷ്ടമാണ്. പഴയ ഓർമ്മയാണ് കേട്ടോ. ഇങ്ങനെ എത്ര പേർക്കുണ്ടെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ബെഡ്ഷീറ്റാണ് കേട്ടോ. കാണാനും നല്ല രസമില്ലേ, ഒരു നല്ല മുന്തിരിത്തോട്ടമൊക്കെ പോലെ. എന്തായാലും സൈഡെല്ലാം ഞാൻ ദാണ്ട് ഇതുപോലെയാണ് പിടിച്ച് ഒതുക്കി വെക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ ഇതുപോലെ വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ ഒരു 2-3 ദിവസമൊന്നും ബെഡ്ഷീറ്റൊന്നും എടുക്കേണ്ട ആവശ്യമേ വരത്തില്ല. ഷീറ്റൊന്നും തട്ടിക്കൊടാണ്ട് മാത്രമേ വരത്തുള്ളൂ, അല്ലാതെ ഒന്നും മാറ്റി വെക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. പിന്നെ ആണെങ്കിൽ ഞാൻ AC-യുടെയും ഫാനിൻ്റെയും ഒക്കെ റിമോട്ട് എടുത്ത് എൻ്റെ തലയണയുടെ സൈഡിൽ വെച്ചേക്കുവാണ്. എനിക്ക് ആ സൈഡിൽ വെച്ചാലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എളുപ്പം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കമ്പിളി എടുത്ത് മടക്കി ഒതുക്കി അങ്ങോട്ട് വെക്കുവാണ് കേട്ടോ. ഇതിപ്പം കഴുകിയിട്ടൊരു 1 മാസം ആവാറായിട്ടുണ്ട് കേട്ടോ. അത് ഒറ്റയ്ക്ക് ഇട്ട് കഴുകാൻ പറ്റത്തുള്ളൂ, നല്ല വെയിറ്റ് അല്ലേ. ബാക്കി എല്ലാ സാധനങ്ങളും കൂടെ അപ്പുറത്തെ റൂമിൽ കൊണ്ടുവന്ന് ഇടുവാണ്. ഇതൊന്നും വാഷിംഗ് മെഷീനിൽ കുത്തിക്കയറ്റാൻ പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ടാണ്. പിന്നെ ഞാൻ വിചാരിച്ചു ഈ സാധനങ്ങളെല്ലാം അങ്ങോട്ട് വെക്കാമെന്ന്. ഇതെന്താ ഞാൻ കറക്കുന്നതെന്ന് അറിയാമോ? കാര്യം അൽച്ചേട്ടൻ്റെ ഫോണിൽ ചാർജ് തീർന്നുണ്ടല്ലോ. ചേട്ടാ ആ കസാര വെച്ചതിന് ശേഷം ഇങ്ങനെ
ഇങ്ങനെ കുത്തിയിട്ടുകൊണ്ടായിരിക്കും സിനിമ കാണുന്നത്. ഇനി അവിടെ 3-4 ഗ്ലാസ് ഇരിപ്പുണ്ട്. അഖിൽച്ചേട്ടൻ ബദാം പരിപ്പ് വെള്ളത്തിൽ മുക്കിയിട്ടിട്ട് കഴിക്കുന്നതാണ് കുതിർത്തിട്ട്. എന്നിട്ട് ആ ഗ്ലാസ് അവിടെ തന്നെ അങ്ങ് വെച്ചേക്കും. പിന്നെ ഞാനും എടുക്കത്തില്ല, അഖിൽച്ചേട്ടനും എടുക്കത്തില്ല. പിന്നെ ഇതുപോലെ എന്തെങ്കിലും അത്യാവശ്യം ആരെങ്കിലും വരുമ്പോഴോ അമ്മയൊക്കെ വരുമ്പോഴാണ് ഞാൻ ഈ വീട് ഇത്രയും വൃത്തിയാക്കിയിടുന്നത്. ഞാൻ വൃത്തിയാക്കിയിടും. ഈ ഒരാഴ്ച എനിക്ക് നല്ല മടുപ്പായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ ചീപ്പും എല്ലാം എടുത്ത് സൈഡിലോട്ട് വെക്കുവാണ്. ഈ ലാപ്ടോപ്പ് വെക്കുന്നതിൻ്റെ അടുത്ത് എന്തെങ്കിലുമൊക്കെ വെച്ചാൽ അഖിൽച്ചേട്ടന് ഭയങ്കര ദേഷ്യമുള്ള കാര്യമാണ്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഇന്ന് രാവിലെ വെച്ചതാണ് കേട്ടോ. ഇത് ഭയങ്കര ദേഷ്യം അഖിൽച്ചേട്ടൻ്റെ ലാപ്ടോപ്പിൻ്റെ സൈഡിലൊക്കെ ഇത് വെക്കുന്നത്. അഖിൽച്ചേട്ടനെ ഏറ്റവും കൂടുതൽ ദേഷ്യം പിടിപ്പിക്കാൻ പറ്റുന്ന കാര്യം അതാണ് കേട്ടോ. ബാക്കി എന്തിലും വലിയ ദേഷ്യമൊന്നും വരത്തില്ല. പിന്നെ ആണെങ്കിൽ ഞാൻ കമ്പ്യൂട്ടർ സ്റ്റാൻഡിൻ്റെ അവിടെ എല്ലാം തുടക്കുമായിരുന്നു. ഇതിന് മുമ്പ് ഇവിടെ കമ്പ്യൂട്ടർ ആയിരുന്നു കേട്ടോ ഇരുന്ന്. ഇപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ മാറ്റി നമ്മളങ്ങ് ലാപ്ടോപ്പ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനിടയ്ക്കൊന്ന് പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് ഇത് വൈഫൈയുടെ ബോക്സാണേ. അതിനകത്ത് അവിടെ മറ്റേ വയറൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അതൊന്നും എടുത്ത് വെച്ചിട്ടില്ലായിരുന്നു. അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രിൻ്ററിൻ്റെ പണ്ടേ ഇനി വിരാത്ത സാധനങ്ങളൊന്നുമില്ല. അത്രയ്ക്ക് സാധനങ്ങളാണ് കൂട്ടി വെക്കുന്നത് കേട്ടോ. വേറെ ആരുമല്ല, ഞാൻ തന്നെയാണ് വെക്കുന്നത്. അഖിൽച്ചേട്ടൻ വെക്കത്തേ ഇല്ല, ഞാനാണ് ഏറ്റവും കൂടുതൽ വെക്കുന്നത്. ഇത് കണ്ടോ ഈ ഒരു മുരുകൻ്റെ ഫോട്ടോ, നല്ല രസമില്ലേ? ഇത് അഖിൽച്ചേട്ടൻ വരച്ചതാണ് കേട്ടോ കമ്പ്യൂട്ടറിലിട്ട്. അത് അഖിൽച്ചേട്ടന് ഭയങ്കര ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ ഇവിടെ സൂക്ഷിച്ച് വെച്ചേക്കുവാണ്. ഫ്രെയിം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വെച്ചേക്കുവാണ്. പക്ഷേ ഇതുവരെ നടന്നില്ല. എന്തായാലും എൻ്റെ ബെഡ്റൂമിൽ ഒട്ടും ഒഴിച്ചുകൂടാത്ത ഒരു സാധനമാണ് വെള്ളം കേട്ടോ. എനിക്ക് എപ്പോഴും വെള്ളം കുടിക്കുന്ന ഒരാളാണ്. പിന്നെ അഖിൽച്ചേട്ടൻ്റെ കടലയും ആണെങ്കിൽ ഇനി ഒട്ടും താമസിക്കാതെ തൂക്കാമെന്ന് വിചാരിച്ചു. കാര്യം അഖിൽച്ചേട്ടൻ വരാൻ സമയമായി. ഇനി തൂത്തോണ്ടിരുന്ന അഖിൽച്ചേട്ടൻ എന്നെ വഴക്കുറയും. ഇപ്പം തന്നെ സമയം ഏകദേശം ഒരു 8:30-9 മണി ആവാറായിട്ടുണ്ടായിരുന്നു കേട്ടോ. ചിലന്തി വിലയൊന്നുമില്ല, എന്നാൽ പോലും ഞാൻ അങ്ങനെ അടിച്ചു വിട്ട് കഴിഞ്ഞാലേ പിന്നെയും ആവത്തില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അമ്മയാണ് ഇത് പഠിപ്പിച്ച് തന്നത്. നമ്മൾ തൂക്കുമ്പോൾ ജസ്റ്റ് നമ്മുടെ ചൂല് വെച്ച് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി എന്ന് പറയും. നല്ല പൊടിയാണ്. കട്ടിലിൻ്റെ സൈഡിലൊക്കെ കണ്ടോ, ഞാൻ സത്യം പറഞ്ഞാൽ കട്ടിൽ ചേർത്തിടാത്തതിൻ്റെ പ്രത്യേക ഒരു കാരണം ഇതാ. പിന്നെ അങ്ങ് മൂലയിൽ എന്തെങ്കിലുമൊക്കെ ആവും. ഇതിപ്പോൾ ഒരു നടുക്ക് പോർഷനിലാണ് ഞാൻ ഇട്ട് വെച്ചേക്കുന്നത്. അതുകൊണ്ട് ഒന്നും ആവത്തില്ല. അതുമാത്രമല്ല കട്ടിലിൻ്റെ അടിയൊക്കെ എപ്പോഴും നല്ല വൃത്തിയായിട്ട് കിടക്കുകയും ചെയ്യും കേട്ടോ. ഇപ്പോൾ 3-4 ദിവസമായി തൂത്ത് വൃത്തിയാക്കിയിട്ട്. അതുകൊണ്ടാണ് നിറച്ചും പൊടിയുണ്ട്. പിന്നെ അതാണ്ട് ഈ സൈഡിലും നമ്മുടെ ടൈലിൻ്റെ സൈഡ് ഒട്ടിച്ചതിൻ്റെ മുകളിലും ഞാൻ ഈ ചൂല് വെച്ച് നല്ലതായിട്ട് തൂക്കും കേട്ടോ. കാര്യം ഈ ചൂലാകുമ്പോൾ എനിക്ക് പെട്ടെന്ന് തൂത്ത് ഇറക്കാനും പറ്റും കേട്ടോ. സൈഡും തൂക്കാൻ പറ്റും. അപ്പോഴത്തേനും അഖിൽച്ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. എന്നെ വഴക്ക് പറഞ്ഞുകൊണ്ടാണ് ഗൈസ് വരുന്നത്. നീ ഇപ്പോഴാണോ തൂക്കുന്നത്? ഞാൻ പറഞ്ഞു അമ്മ വരുന്ന കാര്യം ഞാൻ പറഞ്ഞില്ലേ. ശരിയാ പെട്ടെന്നാവട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അവിടെ എല്ലാം തൂത്തിറക്കുവാണ് കേട്ടോ. അവിടെ ഇല്ല ചവിട്ടി കിടന്നതിൻ്റെ പൊടിയാണ്. ഇത്രയും പൊടി ഉണ്ടായിരുന്നു ഈ വീട്ടിൽ. ഞാൻ വിചാരിച്ചു ദൈവമേ ഈ വീട്ടിൽ ഇത്രയും പൊടി ഉണ്ടായിരുന്നു എന്ന്. സത്യം പറഞ്ഞാൽ ഇതിനേറെ പൊടി ഉണ്ടായിരുന്നെന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു കേട്ടോ. പിന്നെ അവിടെ കുറേ മുടി കിടക്കുന്നു. ഇപ്പോഴാണെങ്കിൽ എനിക്കിപ്പോൾ ഇച്ചിരി മുടി കൊഴിച്ചിൽ കൂടുന്നുണ്ട്. എന്താണെന്നറിയത്തില്ല മുടി കൊഴിച്ചിൽ കൂടുന്നതിൻ്റെ കാരണം. ഈ മഴ സീസണൊക്കെ ആയതുകൊണ്ടായിരിക്കുമല്ലേ. ആർക്കറിയാം എന്താണെന്ന്. പതിവിലും കൂടുതൽ മുടി പൊട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത്. അത് കഴിഞ്ഞപ്പോഴത്തേന് അഖിൽച്ചേട്ടൻ പറയുമായിരുന്നു, ഓരോ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ ചോദിച്ചു അഖിൽച്ചേട്ടൻ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് കണ്ടോ? അഖിൽച്ചേട്ടൻ പറഞ്ഞു എനിക്ക് വേറെ പണിയുണ്ട്, ഞാൻ അത് കണ്ടുകൊണ്ടിരിക്കുമല്ലെന്നൊക്കെ പറയുക. എന്നിട്ട് പറഞ്ഞു കടയിലിരുന്ന് കിരണും അഖിൽച്ചേട്ടനും കൂടെയൊക്കെ കണ്ടെന്നൊക്കെ പറഞ്ഞ് ആ കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ ഞാൻ തൂത്തിട്ട് അഖിൽച്ചേട്ടൻ്റെ അടുത്ത് വർത്താനം പറയുകയാണ്. അഖിൽച്ചേട്ടൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഭയങ്കര സ്ലോ ആണ് കേട്ടോ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട്. കാര്യം എനിക്കിങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ടേ നിൽക്കണം. ആ കുപ്പി ഞാൻ ഇങ്ങനെ പൊക്കിയിട്ട് അഖിൽച്ചേട്ടനെ കാണിച്ചു. എന്താണെന്നറിയാമോ? ഇതെല്ലാം അഖിൽച്ചേട്ടൻ്റെ സ്നാക്സ് പെട്ടികളാണ് കേട്ടോ. അഖിൽച്ചേട്ടൻ്റെ സൈഡിൽ ഇരിക്കുന്നതാണ് കുറേ പലഹാരപ്പെട്ടികളായിരിക്കും അഖിൽച്ചേട്ടൻ്റെ സൈഡിൽ എപ്പോഴും ഇരിക്കുന്നത് കേട്ടോ. അഖിൽച്ചേട്ടനാണെങ്കിൽ എപ്പോഴും പലഹാരം വേണം. എന്നും രാത്രി പലഹാരം തിന്നുകൊണ്ടേ കിടക്കത്തുള്ളൂ. ഇല്ല 1-ാം ക്ലാസ്സിലെയും 5-ാം ക്ലാസ്സിലെയും പിള്ളേരെ പോലെ സ്നാക്സ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും എപ്പോഴും. അതുകൊണ്ട് അഖിൽച്ചേട്ടൻ്റെ സൈഡിൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പലഹാരം കാണും കേട്ടോ. എൻ്റെ സൈഡിലാണെങ്കിൽ ഞാൻ റിമോട്ട്, വിക്സ്, പിന്നെന്താ ടൈഗർ ഫാം അങ്ങനത്തുള്ള, പിന്നെ എൻ്റെ ഹെഡ്ഫോണ് അങ്ങനത്തുള്ള കുറേ സാധനങ്ങളും, പിന്നെ എൻ്റെ രണ്ടാമത്തെ ഫോണ് അങ്ങനത്തുള്ള സാധനങ്ങൾ മാത്രമേ കാണത്തുള്ളൂ കേട്ടോ. അഖിൽച്ചേട്ടൻ്റെ സൈഡിലാണെങ്കിൽ ഇങ്ങനത്തുള്ള സാധനങ്ങളൊന്നും കാണത്തില്ല. പിന്നെ ആണെങ്കിൽ ഞാൻ ഹോളിലോട്ട് വന്ന് ആദ്യം അവിടെ കിടക്കുന്ന തുണിയെല്ലാം കൂടെ മടക്കി വെക്കാമെന്ന് വിചാരിച്ചു. കാര്യം ഈ തുണിയെല്ലാം കഴുകിയ തുണിയാണ് കേട്ടോ. മടക്കിയിട്ടില്ലെന്നേ ഉള്ളായിരുന്നു. അഴുക്ക് തുണിയൊന്നും അല്ലായിരുന്നു. എല്ലാം കഴുകി വൃത്തിയാക്കി ആ ദിവാനിലോട്ട് അങ്ങ് കൊണ്ടുവന്ന് ഇട്ടയാണ്. ഇതെല്ലാം ചെയ്യുന്നതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അമ്മ വരുന്നതുകൊണ്ടാണ്. അമ്മയെ നല്ല പേടിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നാലും അമ്മ എന്നെ വന്ന് വഴക്ക് പറയുമ്പോൾ ചിലപ്പോൾ എന്നെ വഴക്ക് പറയാൻ എനിക്ക് ഭയങ്കര വിഷമമാകും കേട്ടോ. ചില സമയത്ത് പണ്ടൊന്നും ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു. പണ്ട് അമ്മ ഒന്ന് പറഞ്ഞാൽ ഞാൻ തിരിച്ച് 10-15 പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ അങ്ങനെയൊന്നും പറയത്തില്ല കേട്ടോ. എനിക്കറിയാം ഈ അഖിൽച്ചേട്ടൻ ചെയ്ത് കണ്ടോ, തലയിൽ കൂടി ഇതിട്ടിട്ട് വന്നിട്ട് എൻ്റെ തുണിയെല്ലാം തട്ടിത്തെറിപ്പിച്ച് കളഞ്ഞ്. ഇതാ ഭയങ്കര കുരുത്തക്കേടാണ് ഗൈസ്. എല്ലാവരും പറയൂ എന്തൊരു പാവം എന്നൊക്കെ പറയും. പക്ഷേ അല്ല ഗൈസ്, ഇതുപോലെ ഭയങ്കര കുരുത്തക്കേടാണ്. ഞാൻ പറഞ്ഞു ഹെൽമെറ്റ് എടുത്ത് ഞാൻ തലവണ്ട അടിച്ച് ഞാൻ പൊട്ടിക്കുമെന്ന് ഞാൻ പറഞ്ഞു. ഇനി ഇങ്ങോട്ട് വന്ന് എൻ്റെ തുണി മാറ്റിയിട്ടാണ്. അവിടെ ഒളിച്ചിരിക്കുന്നത് ഞാൻ കണ്ടില്ലായിരുന്നു. വന്ന് മുഖത്തടിച്ചിട്ട് പോയതുണ്ടോ. എൻ്റെ തുണിയും ഇടാൻ വേണ്ടി പോയതാണ്. എന്തോ ചെയ്യാനാന്ന് നോക്കണേ, ഒരു രക്ഷയില്ല ഈ മനുഷ്യനെ കൊണ്ട്. ഞാൻ പറഞ്ഞു വല്ല ആക്രിക്കും കൊടുക്കുമെന്ന്. അത് കഴിഞ്ഞിട്ട് എൻ്റെ ക്യാമറ വന്നങ്ങ് പൊതിഞ്ഞങ്ങ് വെച്ച്. എന്തൊക്കെ ചെയ്യണം. പിന്നെ ഞാൻ വഴക്ക് പറഞ്ഞാണ് ഓടിച്ചത്. പിന്നെ എൻ്റെ അവിടെ ഇരുന്ന സ്റ്റാൻഡുകളെല്ലാം മടക്കി ഒടിച്ച് എല്ലാം എടുത്ത് വെച്ച് ഓടിച്ചെന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ എല്ലാം മടക്കി സെറ്റ് ചെയ്ത് വെച്ചെന്നാണ് കേട്ടോ. പിന്നെ അവിടെ എൻ്റെ പത്രത്തിൻ്റെ ഇതൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അതിൻ്റെ അടി കുറച്ചൊന്ന് വൃത്തിയാക്കണമായിരുന്നു.
കുറച്ചൊന്ന് വൃത്തിയാക്കിയാൽ മതിയായിരുന്നു. അതെല്ലാം വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഈ ഫ്രണ്ട് ഈ ഗ്യാസ് ഊറ്റി ഇരിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 3 ആഴ്ച കൂടുതലായി കേട്ടോ. മുമ്പത്തെ ആഴ്ച അമ്മ വന്നപ്പം തന്നെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മുമ്പത്തെ 2 ആഴ്ച അമ്മ വന്നപ്പോൾ പറഞ്ഞു ഇതെന്തോ ഫ്രണ്ട് ഇരിക്കുന്നത് അങ്ങ് എടുത്ത് വെപ്പിക്കണേന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വെപ്പിക്കുക അമ്മ, വെച്ചിട്ട് അമ്മയ്ക്ക് ഫോട്ടോ എടുത്തൊക്കെ അയച്ചു തരാമെന്ന് പറഞ്ഞു. ഞാനും അങ്ങ് മറന്നുപോയി. പിന്നെ അഖിൽച്ചേട്ടൻ്റെ അടുത്തും പറയാൻ ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ തുണിയൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മളവിടെ തുടയ്ക്കുന്ന ഒരു തുണിയുണ്ട്, അതിനകത്ത് ഇച്ചിരി വെള്ളം ഒഴിച്ചതിന് ശേഷം തുടച്ചിട്ടുണ്ടായിരുന്നു. മുകൾ വശവും അതിൻ്റെ അടിവശവും തുടച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവിടെ ഇരുന്ന് കുറി നമ്മൾ അതിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ വെക്കുന്നത്. കാര്യം എടുക്കാൻ എളുപ്പത്തിലും പിന്നെ അവിടെയാണ് എപ്പോഴും വെച്ചേക്കുന്നത്. അതായത് നമുക്ക് ഏറ്റവും കൂടുതൽ എളുപ്പം. അതെല്ലാം കൂടെ വെച്ച് പിന്നെ ഈ അഴുക്ക് തുണികളൊക്കെ കുറച്ച് അഴുക്ക് തുണികൾ അതിനകത്ത് കിടപ്പുണ്ടായിരുന്നു ദിവാനിനകത്ത്. അതെല്ലാം കൊണ്ടുപോയി വേസ്റ്റ് ബോക്സിൽ ഇട്ട് പിന്നെ അവിടെ കിടന്ന അലുകുലിൻ്റെ സാധനങ്ങളെല്ലാം അപ്പുറത്ത് റൂമിൽ കൊണ്ടുപോയി ഒതുക്കി വെച്ച്. ഈ തേപ്പൊട്ടിയാണെങ്കിൽ എപ്പോഴും അവിടെ അങ്ങ് വെച്ചേക്കും. കാര്യം എന്തോന്ന് വിചാരിച്ചാൽ എപ്പോഴും ഇവിടെ തേപ്പൊട്ടിയുടെ ആവശ്യമുണ്ട്. എന്നും രാവിലെ ഒരു 100 തുണിയാണ് അൽച്ചേട്ടൻ തേക്കാൻ. പാൻറ്റ് ഉടുപ്പ് എല്ലാം തേച്ചിട്ടേ അൽച്ചേട്ടൻ ഇട്ടുകൊണ്ട് പോകത്തുള്ളൂ. ചില സമയങ്ങളിലാണെങ്കിൽ എനിക്കങ്ങ് ദേഷ്യവും വരും, എന്നും ഇങ്ങനെ തേക്കുന്ന എന്തൊത്തിനാന്ന് പറഞ്ഞിട്ട്. എൻ്റെ ബുദ്ധിമുട്ട് കൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. പിന്നെ അന്നേരം അൽച്ചേട്ടൻ പറയും എന്നാൽ ഞാൻ തേച്ചോളാം എന്ന് പറയും കേട്ടോ. പക്ഷേ അൽച്ചേട്ടന് കറക്റ്റായിട്ട് അങ്ങ് തേക്കാൻ അറിയത്തില്ല. അൽച്ചേട്ടൻ തേച്ച് കഴിഞ്ഞാൽ ആകെ കുളമാവും കേട്ടോ. അതുകൊണ്ട് പിന്നെ ഞാനങ്ങ് തേച്ച് കൊടുക്കും അവസാനം. പിന്നെ ഞാൻ വിചാരിച്ചു ഡൈനിങ് ടേബിളിൻ്റെ മുകളിലും കൂടെ വൃത്തിയാക്കി കൊടുക്കാമെന്ന്. ഇനി ഇതിൻ്റെ മുകളിൽ ഇരിക്കുന്ന സാധനങ്ങളെന്ന് വിചാരിച്ചാൽ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ അമ്മ വരുമ്പോൾ വീടൊക്കെ ഒന്നും വൃത്തിയാക്കി ഇട്ടിട്ടില്ലെങ്കിലുണ്ടല്ലോ, അമ്മ പിന്നെ എന്നോട് ചെയ്യുന്ന റിവെഞ്ച് എങ്ങനെയാണെന്നറിയുമ്പോൾ എനിക്ക് മീൻ കറിയൊന്നും വെച്ച് തരത്തില്ല ഗൈസ്. അപ്പം നിങ്ങൾ ചോദിക്കും നിനക്ക് വെച്ചുകൂടെയെന്ന്. പക്ഷേ ഞാൻ വെക്കുന്നതിൻ്റെ അത്ര ടേസ്റ്റ് ഒന്നും വരത്തില്ലല്ലോ. സോറി, അമ്മ വെക്കുന്നതിൻ്റെ ടേസ്റ്റ് ഒരിക്കലും ഞാൻ വെക്കുന്നത് വരത്തില്ലല്ലോ. അതുകൊണ്ട് പിന്നെ ഞാൻ എല്ലാം ചെയ്യും. പിന്നെ നമ്മുടെ വീട് വൃത്തിയാക്കണ നമ്മുടെ ഉത്തരവാദിത്തം ഇല്ലയോ, അതൊക്കെ സ്വന്തമായിട്ടെല്ലാം അറിയാം. എന്നാലും ഞാൻ വിചാരിക്കും, ഞാൻ വൃത്തിയാക്കി പിറ്റേ ദിവസം ഞാൻ വിചാരിക്കും ഇനി മുതൽ എന്നും ഞാൻ വൃത്തിയാക്കുന്നു. പക്ഷേ 2 ദിവസം അതുപോലെ ചെയ്യും, 3ൻ്റെ അന്ന് ദാ കിടക്കും പിന്നെയും തിരിച്ച്. പിന്നെ വിചാരിച്ചു അത്ര പൊടിയൊന്നും ഇല്ലല്ലോ എന്ന്. പക്ഷേ ഈ വീടിനകത്തൊരു പ്രത്യേകതയുണ്ട്, എപ്പോഴും ഇഷ്ടംമാതിരി പൊടിയാണ്. ഞങ്ങൾ 2 പേരും മാത്രമേ ഉള്ളൂ, എന്നാലും ഭയങ്കര പൊടിയാണ്. ഒരു ദിവസം തന്നെ തൂത്തില്ലെങ്കിലും ഭയങ്കര പൊടിയായിട്ട് വരും. കാര്യം എല്ലാം ഒരുമാതിരി വെള്ള ആയതുകൊണ്ട് ഫുൾ വെള്ളയാണ് അടിച്ചു വെച്ചേക്കുന്നത്. വെള്ള ടൈല്, വെള്ള പെയിൻറ്റ്, വെള്ളപ്പുട്ടി എല്ലാം ആയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ ഭയങ്കര പാടാണ്. എന്നാലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒരു ദിവസമുണ്ട്, മാസത്തിലൊരു ദിവസം ഞാൻ ഭിത്തി ഇത്രയും കഴിവും. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ അൽച്ചേട്ടൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞ അൽച്ചേട്ടൻ ഗ്യാസ് എടുത്ത് കൊണ്ടുവന്ന് വെക്കാൻ. എന്നിട്ട് അവിടെ ഇരുന്ന ചവിട്ടിക്കകത്തിരുന്ന പൊടി കണ്ടോ ഗൈസ്, അത് ഒരു 3 ആഴ്ച കൊണ്ട് ഇരിക്കുമായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും ഹാള് തൂത്തിറക്കാമല്ലോ എന്ന് വിചാരിച്ചു ഒരു സൈഡിൽ നിന്ന് ഞാൻ തൂത്തുകൊണ്ട് വരികയാണ്. ഇപ്പം തൂത്ത് ഇങ്ങോട്ട് പകുതി ആകുമ്പോഴത്തേനും നിങ്ങൾ ഞെട്ടിപ്പോവും കേട്ടോ, അത്രയ്ക്ക് പൊടിയാണ്. ഞാൻ വിചാരിച്ചു ഇത്രയും പൊടി ഈ ഹോളിലുണ്ടായിരുന്നു എന്ന്. അടുക്കി പറക്കി കഴിഞ്ഞപ്പോഴാണ് ഇത്രയും പൊടിയുള്ള കാര്യം ഞാൻ അറിഞ്ഞത്. അപ്പോഴാണ് അഖിൽച്ചേട്ടനും വന്ന് അവിടെ നിൽപ്പുണ്ടായിരുന്നു. അഖിൽച്ചേട്ടൻ വന്നിട്ട് ഓരോ കഥകൾ ഇങ്ങനെ പറയുമായിരുന്നു. എൻ്റെ വീഡിയോ അങ്ങോട്ട് കടയിലിട്ടു, കടയിലിരുന്ന് കണ്ടു, എന്നിട്ട് ദേവു എന്നെ അടിക്കുന്ന കണ്ടിട്ട് ചിരിച്ചെന്നൊക്കെ പറഞ്ഞ് അഖിൽച്ചേട്ടൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തുകൊണ്ടിരുന്നാൽ അൽച്ചേട്ടൻ എൻ്റെ പുറവേ നടന്ന് ഇങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും. നല്ല മൂഡാണെങ്കിൽ മാത്രം, ഇല്ലെങ്കിൽ അൽച്ചേട്ടൻ മൈൻഡ് പോലും ചെയ്യത്തില്ല കേട്ടോ. അത് വേറൊരു കാര്യം. പിന്നെ ഞാൻ എൻ്റെ 2ാമത്തെ ഫോണിനകത്ത് സിനിമ ഇട്ടിട്ട് ഹെഡ്ഫോണും വെച്ചിട്ടായിരിക്കും ജോലിയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ എൻ്റെ ജോലി പെട്ടെന്ന് തീരും. എന്താണെന്നറിയത്തില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പറയണേ. ഞാൻ എന്തെങ്കിലും ജോലി ചെയ്യുവാണെങ്കിൽ എനിക്ക് ഫോണിനകത്ത് എന്തെങ്കിലും സിനിമയോ കാർട്ടൂണോ ഇല്ലെങ്കിൽ ഏതെങ്കിലും യൂട്യൂബേഴ്സിൻ്റെ വീഡിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ടുകൊണ്ടിരിക്കും കേട്ടോ. മറ്റേ കറക്റ്റ് മാറ്റിയപ്പോഴത്തേനാണെങ്കിൽ അതിൻ്റെ ഇടയിൽ നല്ല പൊടി. ഞാൻ വിചാരിച്ചു ദൈവമേ ഈ വീട് 1 മാസമായിട്ട് ഞാൻ തൂക്കാതിട്ടിരുന്നായിരുന്നു എന്ന് വിചാരിച്ചു. അത്രയ്ക്ക് പൊടിയാണ് ഗൈസ്. നിങ്ങൾ തന്നെ കണ്ടോ ആ വെള്ള ടൈലിനകത്ത് എത്ര പൊടിയാണ് വരുന്നതെന്ന് നോക്കി. അതുപോലെ പൊടിയാണ് കേട്ടോ. ഞാനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഭിത്തി നല്ലതായിട്ട് കഴുകുന്നതാണ് കേട്ടോ. നമുക്ക് ഭിത്തി നല്ലതായിട്ട് തുടച്ചെടുക്കാൻ പറ്റുന്നത് കൊണ്ട് അതൊരു വലിയ ഉപകാരമാണ്. ഇപ്പോഴാണ് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ കണ്ടത്. ദിവാൻ്റെ സൈഡിലാണെങ്കിൽ നമ്മളവിടെ ചാരി ഇരുന്നിട്ടുള്ളത് കൊണ്ട് അവിടെ ഇങ്ങനെ പാടായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ ഇന്ന് വരെ കണ്ടില്ലായിരുന്നു, ഇപ്പോഴാണ് കണ്ടത്. ഇനി അടുത്ത ദിവസം എൻ്റെ ജോലി മിക്കവാറും അതായിരിക്കും. കാര്യം ഇല്ലെങ്കിൽ ഭയങ്കര വൃത്തികേടാണ് അവിടെ ഇങ്ങനെ ചാരി. സത്യം പറഞ്ഞാൽ ഇപ്പോഴാരും അവിടെ ഒന്നും പോയി ചാരി ഇരിക്കത്തില്ല. കാര്യം നമ്മളിവിടെ TV റീചാർജ് ചെയ്യാറില്ല അധികം. കാര്യം ഇവിടെ TV ആണെന്ന് ആരുമില്ല. ഞാനും കാണത്തില്ല, അഖിൽച്ചേട്ടനും കാണത്തില്ല. പിന്നെ വല്ലപ്പോഴും അഖിൽച്ചേട്ടൻ അമ്മൂമ്മ ഇവിടെ വരുവാണെങ്കിൽ മാത്രമേ നമ്മൾ TV റീചാർജ് ചെയ്യൂ. അമ്മൂമ്മ വർഷത്തിൽ കുറച്ച് ദിവസം ഇവിടെ വന്ന് നിൽക്കാൻ വരും. 10 ദിവസം അങ്ങാണേ നിൽക്കത്തുള്ളൂ. അത്രയും പോലും അമ്മൂമ്മ നിൽക്കത്തില്ല. അതിന് മുമ്പ് അമ്മൂമ്മ പോവുകയും ചെയ്യും. അന്നേരം അങ്ങാണേ നമ്മൾ റീചാർജ് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് എല്ലാ വർഷവും നമ്മൾ റീചാർജ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ വട്ടം അമ്മൂമ്മ വന്നപ്പോഴാണ് റീചാർജ് ചെയ്തത്. ഇല്ലെങ്കിൽ നമ്മൾ ഇതിനകത്ത് യൂട്യൂബും മറ്റേ നെറ്റ്ഫ്ലിക്സും ഒക്കെ കിട്ടുന്നതുകൊണ്ട് എന്തെങ്കിലും സിനിമ കാണണമെങ്കിൽ മാത്രമേ എടുത്തിടത്തുള്ളൂ. ഞാൻ കല്യാണത്തിന് മുമ്പ് വരെ ഭയങ്കര സിനിമാ പ്രേമിയായിരുന്നു കേട്ടോ. ഞങ്ങളുടെ വീട്ടിൽ 1 മിനിറ്റ് പോലും ഞാൻ TV ഓഫ് ചെയ്യത്തില്ലായിരുന്നു. രാവിലെ എഴുന്നേറ്റ് വന്ന് TV ഇടുമായിരുന്നു. എന്നിട്ട് ഉച്ചയ്ക്ക് കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞിട്ട് TV ആയിരുന്നു. എന്നിട്ട് രാത്രി TV ആയിരുന്നു. 24 hours TV ആയിരുന്നു. ഇങ്ങനെ ഓരോരുത്തർ എൻ്റെ അടുത്ത് വരുമ്പോൾ ചോദിക്കുമായിരുന്നു. ഓരോരുത്തരെല്ലാം കുറച്ച് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, ആ TV മിക്കവാറും പൊട്ടിത്തെറിച്ച് പോകുമെന്നൊക്കെ പറയുമായിരുന്നു. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ നോക്കി ഇവിടെ ഞാൻ TV കാണാറേ ഇല്ല. ദിവാൻ്റെ അടിയിലെ പൊടി കണ്ടോ ഗൈസ്, ഭയങ്കര പൊടി. ഞാൻ വിചാരിക്കും ഇത്രയും പൊടി ഉണ്ടായിരുന്നു എന്നൊക്കെ. ഞാൻ ഇത്
ഈ ഡയലോഗ് ഇപ്പോൾ ഒരു 100ാമത്തെ വട്ടം ഇല്ലയോ പറഞ്ഞേ. നിങ്ങളാരും കാര്യമാക്കണ്ട ഗൈസ്, എന്ത് ചെയ്യാനാ, ഇവിടെയൊക്കെ വൃത്തിയാകാൻ ഞാൻ മാത്രമേ ഉള്ളൂ. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അൽച്ചേട്ടൻ എന്നെ വഴക്ക് പറയുകയാണ്. കുക്കു രാത്രിയായി, ഇനി വാ കഴിക്കാം എന്നൊക്കെ പറയുമായിരുന്നു. ഞാൻ കടല എടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കടലക്കറി വെക്കാൻ വേണ്ടിയിട്ട്. ഞാൻ തൂത്തുകൊണ്ടിരിക്കുമ്പോൾ അൽച്ചേട്ടൻ എന്നെ വഴക്ക് പറയുകയാണ്. നിനക്ക് എന്ന് രാത്രിയേ ഉള്ളൂ പരിപാടി, നിനക്ക് ഉച്ചയ്ക്ക് ചെയ്തുകൂടായിരുന്നോ എന്നൊക്കെ പറയുന്നു. ഞാൻ പറഞ്ഞു ഞാൻ ഉച്ച കഴിഞ്ഞിട്ടല്ലേ അറിഞ്ഞതെന്ന് പറഞ്ഞ്. എന്നാൽ പിന്നെ ലൈവ് ചെയ്യേണ്ടായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ കാര്യം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേന് അൽച്ചേട്ടൻ കടലക്കറി ഉണ്ടാക്കാനായിട്ട് പോയി. അന്നേരം അൽച്ചേട്ടന് അവിടെ ലാപ്ടോപ്പിൽ എന്തോ ഒരു സംഭവം ചെയ്യാനുണ്ടായിരുന്നു. എൻ്റെ അടുത്ത് പറഞ്ഞു ഈ മസാലയൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ ഞാൻ എല്ലാം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ മസാല വരെ ഇട്ടിട്ട് പോയ അൽച്ചേട്ടനാണ് കേട്ടോ. കുക്കറിനകത്ത് കണ്ട് കിടക്കുവാണ് നമ്മുടെ കടല. അതിനകത്ത് ഷൂ എന്ന് പറഞ്ഞ സൗണ്ട് കേൾക്കുന്നില്ല നിങ്ങൾ. കാരണം ഞാൻ എന്തായാലും എൻ്റെ വീടെല്ലാം വൃത്തിയാക്കി കഴിഞ്ഞു കേട്ടോ. നല്ലതായിട്ട് തൂത്ത് വാരി തുടച്ചു. അത് കഴിഞ്ഞിട്ട് അപ്പുറത്തെ ബെഡ്റൂമിലോട്ട് പോകണം. അന്നേരം അൽച്ചേട്ടൻ അവിടെ നിന്ന് എന്തോ ചെയ്യുമായിരുന്നു. ഞാൻ അൽച്ചേട്ടൻ്റെ അടുത്ത് 100 വട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു അൽച്ചേട്ടൻ ഡ്രസ്സ് എടുത്തിടാൻ. അൽച്ചേട്ടൻ പറഞ്ഞു ആ കുഴപ്പമില്ലെന്നൊക്കെ പറഞ്ഞു കേട്ടോ. നമ്മുടെ ബെഡ്റൂം ഇപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. അൽച്ചേട്ടൻ വന്നപ്പോൾ ചെരുപ്പ് ഇട്ടുകൊണ്ട് ഇനി ബെഡ്റൂമിൽ കയറി വന്ന് അതാണ് കട്ടിലിൻ്റെ സൈഡിനകത്ത് ഒരു 2 ചെരുപ്പ് കിടക്കുന്നത്. ഈ അൽച്ചേട്ടൻ്റെ കാര്യം പറയാനാ, നമ്മൾ വൃത്തിയാക്കി കഴിയുമ്പോഴാണ് ചെരുപ്പ് ഇട്ടുകൊണ്ട് വന്ന് കയറുന്നത്. അപ്പോൾ എനിക്കങ്ങ് ദേഷ്യം വരും ഗൈസ്. നിങ്ങളുടെ വീട്ടിലും ഇങ്ങനെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ എന്തായാലും കുഴഞ്ഞ് കുത്തുവാള എടുത്തിട്ടുണ്ട്. പിന്നെ പിറ്റേന്ന് രാവിലെ ആയപ്പോഴത്തേന് അമ്മ വന്നു. എന്ന് വെച്ചാൽ സൺഡേ രാവിലെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ നല്ല ഉറക്കമായിരുന്നു. രാവിലെ 8:30 ആയപ്പോഴേ അമ്മ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു 9:30-10 മണിയായിട്ട് വന്നാൽ മതിയെന്ന്. പക്ഷേ അമ്മ എന്ത് കേട്ടില്ല ഗൈസ്. അമ്മ നേരത്തെ വന്നു. അമ്മ വന്നപ്പോൾ നാണ്ട് ഇതുപോലെ എനിക്കൊരു പാഷൻ ഫ്രൂട്ടിൻ്റെ ഇതുപോലത്തെ ജ്യൂസ് മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് കേട്ടോ. പിന്നെ അമ്മ എനിക്ക് മീൻ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നല്ല ചുമന്ന മീനായിരുന്നു. നിങ്ങളുടെ നാട്ടിൽ ഇതെന്താ പറയുന്നത്? ചുമന്ന മീൻ എന്ന് പറയും, പൊന്നാരൻ എന്ന് പറയും, പിന്നെ എന്താ കിളിമീൻ എന്ന് പറയും. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് പറയണേ കേട്ടോ. ഞാൻ പറയുന്ന ചുമന്ന മീൻ എന്നാണ്. പിന്നെ അമ്മ വന്നപ്പോൾ എനിക്ക് ഒരു ചീനി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. മുമ്പത്തെ തൊട്ട് ഞാൻ അമ്മയുടെ അടുത്ത് ഒരു ചീനിയുടെ കാര്യം പറഞ്ഞപ്പോൾ തൊട്ട് അമ്മ എല്ലാ വട്ടവും ഇപ്പോൾ ചീനി ഞാൻ കൊണ്ടുവരുവാണ് കേട്ടോ. ഇപ്പം പിന്നെ ഞാൻ പറഞ്ഞു അമ്മ ഇനി എന്നും ചീനി കൊണ്ടുവരണ്ട, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളെന്നൊക്കെ പറഞ്ഞായിരുന്നു. അത് പോട്ടെ. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ മീനൊക്കെ എടുത്ത് നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. 3 വലിയൊരു മീനുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ വിചാരിച്ചു ഇതിൻ്റെ പകുതി അമ്മ വറക്കുമായിരിക്കുന്നു. ഒരു അമ്മ പറഞ്ഞു വറക്കാൻ വേണ്ടിയിട്ട് ഇതാണ്ട് ഞാൻ വേറൊരു മീൻ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അമ്മ വരുമ്പോഴാണ് നല്ല ടേസ്റ്റോട് കൂടിയുള്ള മീൻകറിയും മീൻ വറുത്തതും ഒക്കെ കഴിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും അയ്യോ അമ്മ ഇനി പെട്ടെന്ന് ഇനി വന്നാൽ മതി, ഇനി എൻ്റെ അടുത്ത് വന്നാൽ മതി എന്ന് ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അമ്മ അവിടെ നിന്ന് ചീനിയും വെട്ടിക്കൊണ്ട് കാര്യം പറയുവാണെങ്കിൽ എന്നോടല്ല, അവിടെ ഫോണിനകത്ത് സ്പീക്കർ ഇട്ടിട്ട് വർത്താനം പറയുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് അമ്മ പറഞ്ഞു ചീനി അങ്ങോട്ട് വെച്ചതിന് ശേഷം നമുക്ക് മീൻ കണ്ടിക്കാൻ പോകാമെന്ന് പറഞ്ഞു. അമ്മയാണ് മീൻ കണ്ടിക്കാൻ പോകുന്നത് കേട്ടോ. ചീനി അമ്മ ഗ്യാസിൽ വെച്ച് അത് കഴിഞ്ഞിട്ട് ഞാൻ ദേവുവിനെ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ദേവുവിനെ എന്നെ ഇവിടം വരെ കൊണ്ടുവന്ന് തന്നെയാണ് കേട്ടോ. അവരെവിടെയോ പോകുമായിരുന്നു. അപ്പോൾ ഒരുക്കി നിർത്തിയേക്കുമായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ഒരു ഫ്രോക്കായിരുന്നു ഇട്ടെ. എനിക്കാണെങ്കിൽ ഇതിൻ്റെ ഫോട്ടോ എടുക്കാൻ സമയം കിട്ടിയില്ല. ദേവു ആണെങ്കിൽ അവിടെ നിന്നിട്ടാണെങ്കിലേ പൂച്ചയെ നോക്കുമായിരുന്നു. പിന്നെ ഞാൻ എന്താണ്ട് ഇങ്ങനെയൊക്കെ കാണിച്ചപ്പോൾ എന്നെ നോക്കി ചിരിച്ച് കാണിച്ച്. പിന്നെ തലേന്ന് രാത്രി ഉറങ്ങാത്തതിൻ്റെ ഒരു ക്ഷീണമാണ് കേട്ടോ മുഖത്ത് കാണുന്നത്. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഞങ്ങൾ അടുക്കളയിൽ നിന്ന് ഞാൻ ആ ചീനി നോക്കിക്കൊണ്ടിരുന്നപ്പോഴേ ദേവുവിന് എൻ്റെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യം ഈ ചുട്ടിയാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ. എപ്പോഴും എൻ്റെ ചുട്ടിയിലും മലയിലും പിടിച്ചുകൊണ്ടിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവളിങ്ങനെ കാണിക്കുന്നത് കേട്ടോ. അന്നേരം അവൾ എന്തോ എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ഇപ്പോഴും മനസ്സിലായില്ല. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും അങ്ങ് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാര്യം അവരെവിടെ പോകാൻ നിൽക്കുമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ അമ്മ മീനെല്ലാം പരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കിളിമീനല്ല ചുമന്ന മീനും ഉണ്ടായിരുന്നു. അതെല്ലാം വെട്ടി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. മീൻ വറുക്കാനുള്ള പരട്ടി വെച്ചതിന് ശേഷം മീൻ കറിക്കുള്ള മസാല ഇട്ടത് കഴിഞ്ഞിട്ട് മീൻ എടുത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. എന്ന് വെച്ചാൽ സ്പൂൺ വെച്ച് ഒരുപാട് ഇളക്കല്ലേ എന്ന് പറഞ്ഞാൽ അമ്മ തന്നെ സ്പൂൺ വെച്ച് ഇളക്കിയപ്പോൾ ഞാൻ ചോദിച്ചു. പിന്നെ ആണെങ്കിൽ നമ്മുടെ അരി വേവുന്നുണ്ടായിരുന്നു. പിന്നെ വറുക്കാനുള്ള മീൻ എടുത്ത് വെച്ചില്ലായിരുന്നു, എടുത്ത് വെക്കാൻ പോകുന്നേ ഉള്ളായിരുന്നു കേട്ടോ. നിങ്ങളെങ്ങനെ മീൻ വറുക്കുന്നത്? നമ്മുടെ വീട്ടിൽ കറിവേപ്പില ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു അമ്മ ഒരു 100 കറിവേപ്പില ഇട്ടിട്ട് ഇങ്ങനെ വറുക്കത്തുള്ളൂ. അമ്മ മാത്രമല്ല ഞാനും കേട്ടോ. പിന്നെ ആണെങ്കിൽ നമ്മുടെ മീൻ കറി എടുത്ത് അടുപ്പിലോട്ട് അങ്ങ് വെച്ച് കേട്ടോ. അടുപ്പിൽ വെക്കുമ്പോൾ ഇപ്പം ഭയങ്കര ടേസ്റ്റാണ്. അതുകൊണ്ട് ഇപ്പോൾ എനിക്കും അടുപ്പിൽ വെക്കുന്നതാണ് ഭയങ്കര ഇഷ്ടം. പിന്നെ ചീനി ഉണ്ടായിരുന്നു. അഖിൽച്ചേട്ടൻ ഉണർന്നിട്ടില്ലായിരുന്നു. സമയം രാവിലെ 10:30 ആയിട്ടുണ്ടായിരുന്നു. എന്നിട്ടും എഴുന്നേറ്റില്ല. പിന്നെ അമ്മ പോയി വിളിച്ചുണർത്തിയിട്ട് വന്നതാണ്. എടാ എഴുന്നേക്കടാ 10:30 ആയി, വാ കഴിക്കാൻ വാ എന്ന് പറഞ്ഞു. അങ്ങനെ അഖിൽച്ചേട്ടന് രാവിലെ എഴുന്നേറ്റു. അങ്ങനെ ചീനി ഉണ്ടായിരുന്നു, മീൻകറി ഉണ്ടായിരുന്നു, മീൻ വറുത്ത ഉണ്ടായിരുന്നു. ഒന്ന് വെച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേന് അഖിൽച്ചേട്ടൻ എഴുന്നേറ്റ് വന്ന് മുഖമൊക്കെ കഴുകി ബ്രഷൊക്കെ ചെയ്തതിന് ശേഷം അഖിൽച്ചേട്ടൻ്റെ കസാര എടുക്കാൻ പോവാണ്. ആ കസാര കൊണ്ട് അഖിൽച്ചേട്ടൻ ബെഡ്റൂമിൽ അങ്ങ് ഇടും. എപ്പോഴും ഞാൻ പറയാം അതിടല്ലേ, വേറൊരെണ്ണം കൂടെ ഉണ്ടെന്ന്. അത് കഴിഞ്ഞിട്ട് ഞാൻ അമ്മയുടെ അടുത്ത് വിളിച്ചിട്ട് പറയും അമ്മയും കൂടെ വാ നമുക്ക് കഴിക്കാമെന്ന്. അങ്ങനെ അമ്മ പാത്രമൊക്കെ എടുത്തിട്ട് വരുവാണ് കേട്ടോ. അങ്ങനെ ഫസ്റ്റ് ഞാനാണ് കഴിക്കുന്നത്. എൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് ഇവർ രണ്ടുപേരും എന്നെ നോക്കിക്കൊണ്ടിരിക്കുവാണ് ഞാൻ മീൻകറി തിന്നുന്നതിൻ്റെ ടേസ്റ്റ് കേട്ടോ. കാര്യം എനിക്ക് ഈ വീഡിയോ എടുത്തിട്ട് വേണം ഇവർക്കും കൂടി ഇതിന് പകുതി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇവർ രണ്ടുപേരും എന്നെ നോക്കുമായിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ മീൻ വറുത്തതിൽ നിന്ന് പകുതി അയച്ചോട്ടെ അങ്ങ് എടുത്തോണ്ട് ഞാൻ പറഞ്ഞു ഞാൻ വീഡിയോ എടുക്കില്ലെന്ന്. അത് കഴിഞ്ഞിട്ടാണ് ഇവർ രണ്ടുപേരും തിന്നത്. ഇവർ രണ്ടുപേരും എൻ്റെ അടുത്ത് ഡൈനിങ് ടേബിളിൽ അപ്പുറം ഇപ്പുറം ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നടേശമാമ വന്നിട്ടുണ്ടായിരുന്നു. നടേശമാമൻ്റെ അടുത്ത് കുറച്ച് ദിവസമായിട്ട് ഞാൻ പറയുന്നുണ്ടായിരുന്നു ഈ ഷീറ്റ് ഒന്ന് മാറ്റി തരണേന്ന്. കാര്യം ഇവിടെ ചോറ് വെക്കുന്നത് കൊണ്ട് തന്നെ വീണേനെ 100 വട്ടം പറഞ്ഞായിരുന്നു മാമൻ്റെ അടുത്ത്. മാമ
സൂക്ഷിക്കണേ എന്ന് കേട്ടില്ല. അപ്പം വീഴാൻ പോയി. അങ്ങനെ ഇനി ഇറങ്ങി മഴയത്ത് നിൽക്കുമായിരുന്നു. മഴയിൽ നിന്ന് താഴെ ഇറങ്ങാൻ പറഞ്ഞിട്ട് രണ്ടുപേരും കേട്ടിട്ടില്ലായിരുന്നു. ഈ വീട് നമ്മൾ വാടകയ്ക്ക് കൊടുത്തേക്കുവാണ്. അപ്പോൾ ഇതിനകത്ത് ഇവിടെ ഈ ഷീറ്റ് ഇട്ടതിൻ്റെ അടിയിലാണ് ചോറ് വെക്കുന്നത്. അപ്പം വെള്ളം ഇതിൻ്റെ അകത്തോട്ടങ്ങ് വീഴുമായിരുന്നു കേട്ടോ. ആൻറ്റി ഒരു മാസത്തോളമായിട്ട് ഗ്യാസിലായിരുന്നു വെക്കുന്നത്. അപ്പോൾ ഇപ്പോഴെങ്കിലും മാറ്റി കൊടുത്തില്ലെങ്കിൽ എങ്ങനെയാണെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഷീറ്റ് മാറ്റി. അൽച്ചേട്ടൻ താഴെ തടിയെടുക്കാൻ പോവാണ്. അതിൻ്റെ ഡാൻസ് കളിയായിരുന്നു. ഞാൻ പറഞ്ഞു ഡാൻസ് കളിച്ച് മിക്കവാറും തറയെ വീഴുമെന്ന് പറഞ്ഞു. അങ്ങനെ 2 പലഹ എടുത്തുകൊണ്ട് വന്ന്, പലഹയല്ല തടി കഷ്ണം എടുത്തുകൊണ്ട് വന്നിട്ട് ആദ്യം നമ്മുടെ ഷീറ്റിൻ്റെ മുകളിലോട്ട് വെച്ച്. കാര്യം എന്താണെന്ന് അറിഞ്ഞൂടെ, ആ ചിമ്മിനി ഉണ്ട്. ആ ചിമ്മിനിയുടെ അവിടെ ഇങ്ങനെ ചെറുതായിട്ട് വെള്ളം വീഴും കേട്ടോ. അതുകൊണ്ട് നമ്മളിങ്ങനെ ഷീറ്റ് എടുത്ത് വെച്ചിട്ടേ ഉള്ളായിരുന്നു. നമ്മൾ ഡ്രില്ല് ചെയ്തൊന്നും വെച്ചിട്ടില്ലായിരുന്നു. ചിലപ്പം ഡ്രില്ല് ചെയ്ത് അങ്ങ് പോയി കഴിഞ്ഞാൽ എന്തോ ചെയ്യുമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നടുക്കോട്ട് ഒരു കമ്പ് വെച്ചു. ഏറ്റവും ലാസ്റ്റ് 2 കമ്പ് വെച്ച് സ്ലോപ്പ് ഞങ്ങളുടെ ഇങ്ങോട്ടും ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആണെങ്കിൽ അവിടെ കുറേ കല്ലിരിപ്പുണ്ടായിരുന്നു. ആ കല്ലെല്ലാം എടുത്ത് മാമ അറ്റത്തോട്ട് വെച്ച് കൊടുക്കുമായിരുന്നു. കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ ഇല്ലെങ്കിൽ പറന്നു പോകത്തില്ലേ. നല്ല കാറ്റും കേട്ടോ. ഇവിടെ മഴയൊക്കെ ആകുമ്പോഴത്തേന് ഭയങ്കര കാറ്റാണ്. ഞാൻ പറഞ്ഞു അൽച്ചേട്ടൻ അവിടെ നിന്ന് ഇങ്ങനെ തുള്ളിക്കോ, കാര്യം അൽച്ചേട്ടൻ ഇനി പനിയാവുമെന്ന് ഞാൻ പറഞ്ഞു. അതും അൽച്ചേട്ടൻ തുമ്മൽ വന്നാൽ ഭയങ്കര പാടാണ്. അത് എനിക്ക് തുമ്മൽ വരുന്നേക്കാട്ടിലും പാടാണ് അൽച്ചേട്ടൻ ഇപ്പോൾ തുമ്മൽ വന്നു കഴിഞ്ഞാൽ. പിന്നെ ആണെങ്കിൽ നടേശ മാമ ഓരോന്നെടുത്ത് വെച്ച് കൊടുക്കുമായിരുന്നു കേട്ടോ. ഞാൻ കുറേ ദിവസമായിട്ട് പറയുന്നുണ്ടായിരുന്നു. ഏകദേശം 1 മാസമായിട്ട് ആ ആൻറ്റി എൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ 2 ആഴ്ചയായിട്ട് മാമൻ്റെ അടുത്തും പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഈ നടുക്കെല്ലാം അവിടെ ഇരുന്ന സൈഡിലിരുന്ന കല്ലുകളെല്ലാം എടുത്ത് നടുക്കോട്ടും വെച്ച് കൊടുത്തു കേട്ടോ. കാര്യം എന്ന് വിചാരിച്ചാൽ ഇത് ഒരു തുള്ളി പോലും പൊങ്ങാൻ പാടില്ലല്ലോ, ഇല്ലെങ്കിൽ മഴ വരുമ്പോഴത്തേനാണെങ്കിൽ നനഞ്ഞു പോകും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഈ സൈഡിൽ 3 കല്ലും കൂടെ വെക്കണമായിരുന്നു. അങ്ങനെ 3 കല്ലും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാര്യം കാറ്റടിച്ചാൽ പോലും പൊങ്ങരുതെന്ന് വിചാരിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അവിടെ ആ ഷീറ്റിൻ്റെ മണ്ടേ നേരത്തെ വെച്ചിരുന്ന കല്ലും ഓടിൻ്റെ കഷ്ണങ്ങളും എല്ലാം കൂടെ എടുത്ത് അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറേ ആ ഷീറ്റിൻ്റെ മണ്ടേ കിടപ്പുണ്ടായിരുന്നു. കഴിഞ്ഞ് പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും താഴോട്ട് ഇറങ്ങുവാണ്. അപ്പം നടേശമാമൻ പറഞ്ഞു കണ്ടോ ജോലിയൊക്കെ തീർന്നപ്പോഴത്തേന് മഴയും പോയെന്ന് പറഞ്ഞു. പിന്നെ അമ്മ കോവയ്ക്ക പിച്ചിക്കൊണ്ട് വന്നു. നമുക്ക് തന്നെ കോവയ്ക്ക ഉണ്ട് കേട്ടോ. അമ്മ ഇവിടെ നട്ടു വെച്ചതാണ്. അഖിൽച്ചേട്ടൻ്റെ അടുത്ത് പറയാണ് ഇങ്ങനെയാണ് കോവയ്ക്ക നടുന്നതെന്ന്. അഖിൽച്ചേട്ടൻ അതിൻ്റെ കൂടെ ഒരു മാല ഇട്ടിട്ടുണ്ട് കേട്ടോ. ഓൾറെഡി അഖിൽച്ചേട്ടൻ്റെ കഴുത്തി ഒരു സ്വർണ്ണമാല കിടപ്പുണ്ട്. അതിൻ്റെ കൂടെ വേറൊരു മാലയും കൂടി ഇട്ടു. അപ്പം ഞാൻ എപ്പോഴും വഴക്ക് പറയും, അമ്മൂമ്മ എപ്പോഴും വഴക്ക് പറയും അഖിൽച്ചേട്ടൻ്റെ. അപ്പം ഞാൻ ഇപ്പോൾ അമ്മ പറഞ്ഞപ്പോൾ അമ്മ വന്നപ്പോൾ അമ്മയെ കൊണ്ട് വഴക്ക് പറയിപ്പിച്ച്. അത് അമ്മ പറഞ്ഞു അത് ഊരി മാറ്റാൻ പറഞ്ഞപ്പോഴേ അങ്ങ് ഊരി മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ ഒരു 2 മാല ഇട്ടുകൊണ്ടാണ് പോകുന്നത്. മറ്റേ മാല ഇടുമ്പോൾ അതിൻ്റെ ഒരു ചെമ്പ് സാധനം അൽച്ചേട്ടൻ്റെ കഴുത്തിലോട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോഴേ ഞാൻ പറഞ്ഞു അൽച്ചേട്ടൻ അത് മാറ്റുന്നു. പിന്നെ ആ മാല ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുവാണ്. അമ്മ കഥകളും ഒക്കെയാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെ നടന്ന സംഭവം, പിന്നെ വീട്ടിലെ കാര്യങ്ങളും കൊട്ടാരക്കര വീട്ടിൽ പോകുന്നതിൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കഥ കേൾക്കാൻ ഞങ്ങൾക്ക് 2 പേർക്കും ഇഷ്ടമായതുകൊണ്ട് തന്നെ നന്നായിട്ടിരുന്ന് കേൾക്കുവാണ് കേട്ടോ. എന്നിട്ട് അമ്മ പറയുവാണ് ഞാൻ വരുന്ന ആഴ്ചകളിൽ മാത്രമേ ഇവിടെ മീൻ തിന്നത്തോളോ ഇതാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന് എന്നെ വഴക്ക് പറയുകയാണ്. പിന്നെ വീഡിയോ എടുക്കുന്നതിനും ഓഫ്കോഴ്സ് എന്നെ വഴക്ക് പറയുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്കൂടെ ഞാൻ വീഡിയോ എടുക്കുന്നില്ലയോ എന്ന് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ. അമ്മ മീൻകറിയൊക്കെ വെക്കുന്നിടത്ത് നീ എടുക്കുന്നില്ലയോ വീഡിയോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്തായല്ലേ. അത് കഴിഞ്ഞിട്ട് അൽച്ചേട്ടൻ പറയുകയാണ് ഇത് ഞാൻ മാലയായിട്ട് ഇടുന്നില്ല, ഇനി കയ്യിലിടുവാന്ന് കേട്ടോ. അപ്പോൾ അമ്മ കുറേ വഴക്ക് പറഞ്ഞു. അതിൻ്റെ ചിരിയാണ് അൽച്ചേട്ടൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. നീ എന്തിനാണെങ്കിലും ഇങ്ങനെ കോപ്രായം കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞ്. അപ്പോഴത്തേനും അൽച്ചേട്ടൻ പറഞ്ഞു ഓക്കെ മഞ്ജുമ്മേ ഞാൻ ഇനി ഇടുന്നില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഊരി വെക്കാമെന്നൊക്കെ പറഞ്ഞ് അതിനകത്ത് കുറച്ച് നേരം നോക്കിയൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് കോവയ്ക്കൊക്കെ വറുത്ത് തരാം. പിന്നെ എന്തൊക്കെയോ കാര്യങ്ങൾ അമ്മയുടെ പല കഥകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അമ്മ അങ്ങ് പോയിട്ടുണ്ടായിരുന്നു. ഇനി ഞങ്ങൾക്ക് തേവന്നൂർ പോകണമായിരുന്നു. എന്താ സംഭവം എന്ന് വിചാരിച്ചാൽ ഞാൻ ഈ ഉടുപ്പ് ഇങ്ങനെ ഇടുന്നതാണോ നല്ലത് അതോ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഇടുന്നതാണോ നല്ലതെന്നാണ് ഞാൻ ചോദിച്ചത്. ആരും ഒന്നും വിചാരിക്കണ്ട, ഇന്ന് ഇച്ചിരി കിളി പോയി ഇരിക്കുവാണ് കേട്ടോ. ഞാൻ പിന്നെയും ചോദിക്കുവാണ് ഇങ്ങനെ ഇടുന്നതാണോ നല്ല അതോ ഓപ്പൺ ആയിട്ട് ഇടുന്നതാണോ. നാൽച്ചേട്ടൻ പറഞ്ഞു ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഇടുന്നതാണെന്നാണ് പറഞ്ഞത് കേട്ടോ. എന്നിട്ട് ഞാൻ കുഞ്ഞമ്മയുടെ അടുത്ത് ചെന്നപ്പോൾ കുഞ്ഞമ്മ പറഞ്ഞു ഇങ്ങനെ ബട്ടൺസ് ഇടുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ലാസ്റ്റ് ബട്ടൺസ് അങ്ങ് ഇടാമെന്ന് വിചാരിച്ചു. അൽച്ചേട്ടൻ്റെ അടുത്ത് ഞാൻ പറയുവാണ് സൈഡിൽ ഇത് കെട്ടിത്തരാൻ പറഞ്ഞു. അങ്ങനെ അൽച്ചേട്ടൻ അതൊക്കെ കെട്ടിത്തരുവാണ് കേട്ടോ. എന്നിട്ട് ആരുടെയൊക്കെ കൊതിയെന്നുണേ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. ഞാൻ അതൊക്കെ കേട്ടോണ്ടിരിക്കുവാണ്. അന്ന് രാവിലെ എന്തോ സംഭവം ഉണ്ടായി. അതിങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. അതിനെപ്പറ്റിയൊക്കെ ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഞാൻ അൽച്ചേട്ടൻ അതങ്ങ് മുറുക്കി അങ്ങ് കെട്ടി അങ്ങ് വെച്ച്. ഞാൻ പറഞ്ഞു ഇത്രയും മുറുക്കാതെ കുറച്ച് ലൂസായിട്ട് കെട്ടാൻ പറഞ്ഞു. അൽച്ചേട്ടൻ പറഞ്ഞ് കെട്ടാൻ വന്ന് എന്നെ പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞ്. അത് കഴിഞ്ഞ് ഞാനും എന്തൊക്കെയോ പറഞ്ഞ്. പിന്നെ ഞങ്ങൾക്ക് ഒരുപാട് കഥയുണ്ട് കേട്ടോ പറയാൻ. കഥകളുടെ ഒരു അഭിഷേകമാണ്. അത് കഴിഞ്ഞ് ഞാൻ കുഞ്ഞമ്മയുടെ അടുത്തോട്ട് പോയിട്ടുണ്ടായിരുന്നു, അപ്പുറത്തെ ശ്രീജ കുഞ്ഞമ്മയുടെ അടുത്തോട്ട്. കുഞ്ഞമ്മയൊക്കെ കണ്ടതിന് ശേഷം ഞാൻ ചാരുവിൻ്റെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ ചാരു അവിടെ നിന്ന് ഫോണിൽ ഗെയിം കളിക്കുന്നു. ഭയങ്കര ഗെയിം കളിക്കൽ ഭ്രാന്തിയാണ് കേട്ടോ. ഭയങ്കര ഗെയിം കളിയാണ് ഗൈസ്, ഭയങ്കര. ഞാൻ പറഞ്ഞ് ബുക്ക് ഇവിടെ വെച്ചിട്ട് നീ ഗെയിം കളിക്കോ കുഞ്ഞമ്മയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഞാൻ ബുക്ക് കയ്യിലെടുത്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു കേട്ടോ. അതിൻ്റെ ആക്ഷനായിരുന്നു അത് കേട്ടോ. നിങ്ങൾ ആരും ഒന്നും വിചാരിക്കേണ്ട. ബുക്കുള്ള ഒരു മൂത്ത ചേച്ചിയുണ്ട് ഗൗരി, അവളാണ് പാവം. ഇവൾ ഭയങ്കരയാണ് ഗൈസ്. ഇത് കാണുന്ന അവൾ എന്നെ കൊല്ലും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ നേരെ തേവന്നൂരോട്ട് പോവുകയാണ് കേട്ടോ. തേവന്നൂരോട്ട് പോകേണ്ട 2-3 അത്യാവശ്യ കാര്യങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ
അമ്മയുടെ ആഡ്സൻസ് വന്നിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഒരു ഫോട്ടോ എടുക്കണമായിരുന്നു. പിന്നെ അമ്മൂമ്മയെ കണ്ടിട്ട് കുറേ ആഴ്ചകളായി, അതും പോകണമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തേവന്നൂർ എത്തിയപ്പോൾ അവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ കയറി പാല് മേടിക്കാനൊക്കെ കയറി, ചോക്ലേറ്റ് മേടിക്കാൻ വേണ്ടിയിട്ടും. അപ്പോഴത്തേനും അമ്മൂമ്മ ഉച്ചയ്ക്ക് ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 ആഴ്ചയായിട്ട് അമ്മൂമ്മ ഞാൻ പറഞ്ഞു പറ്റിക്കുന്നുണ്ട് വരാമെന്ന്. അവസാനം ഇന്നും കൂടെ വന്നില്ലെങ്കിൽ അമ്മൂമ്മ എന്നെ കൊല്ലുമെന്ന് എനിക്കറിയായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ആഡ്സൻസ് പൊട്ടിക്കുന്നതെന്ന് ഞാൻ പറയുന്നില്ല, എൻ്റെ ആഡ്സൻസ് ഞാൻ പൊട്ടിച്ചായിരുന്നു. പക്ഷേ ഇത്രയും പേടിച്ച് ഞാൻ പൊട്ടിക്കുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. ഞാൻ അത്രയും പതുക്കെയാണ് പൊട്ടിക്കുന്നത്. കാര്യം ഇത് അമ്മയുടെയാണ് കേട്ടോ. വല്ലതും ഇങ്ങനെ കീറിപ്പോയാലോ എന്ന് എനിക്കൊരു പേടി. അതുകൊണ്ട് ഞാൻ പതുക്കെ കുറേ സമയം എടുത്താണ് കേട്ടോ എടുത്തു വെച്ചത്. സത്യം പറഞ്ഞാൽ എൻ്റേത് പൊട്ടിച്ചപ്പം പോലും ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തിട്ടില്ലായിരുന്നെന്ന് തോന്നുന്നു. അപ്പം പിന്നെ അമ്മൂമ്മയുടെ അടുത്ത് വർത്താനം പറയുവാണ് കേട്ടോ. അമ്മൂമ്മയുടെ അടുത്ത് ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അഖിൽ ചേട്ടനും അവിടെ ഇരുന്ന് വർത്താനം പറയുവാണ് കേട്ടോ. അപ്പോൾ അമ്മ ചോദിക്കും ഇതെന്ത് ഇങ്ങനെ കട്ട് ചെയ്യാനൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. ഞാൻ പറഞ്ഞു ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ അത് കട്ട് ചെയ്തിട്ട് അമ്മയ്ക്ക് ഫോട്ടോ ഒക്കെ എടുത്ത് അയച്ചു കൊടുത്ത്. നിങ്ങളെ കാണിക്കാൻ പറ്റത്തില്ലല്ലോ, അതിനത് കോഡല്ലേ, അതുകൊണ്ടാണ് കാണിക്കാഞ്ഞത്. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ ലിയ എടുത്തുകൊണ്ട് വന്ന് കളിപ്പിക്കുമായിരുന്നു അഖിൽ ചേട്ടൻ. ലിയയ്ക്കാണെങ്കിൽ അഖിൽ ചേട്ടൻ വന്നപ്പോഴത്തേനും ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അഖിൽ ചേട്ടൻ അതിനെ എടുത്ത് തിരിച്ചു മറിച്ചൊക്കെ ആക്കും, അതിന് ഭയങ്കര ഇഷ്ടമാണ്. പോകാൻ നേരത്ത് ലിയയ്ക്ക് ഭയങ്കര സങ്കടമാണ് ഗൈസ്. എന്താണെന്ന് അറിയണ്ടോ, പോകാൻ നേരത്ത് എന്നെ ഒരു നോട്ടമാണ്, എൻ്റെ ചേട്ടനെ നീ കൊണ്ടുപോകുന്നു എന്നുള്ള രീതിയിൽ. അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം വൈകുന്നേരം ദേവുവിനെ എടുത്തുകൊണ്ട് വന്നു കേട്ടോ. ഞാൻ ഇങ്ങനെ ക്യാമറ എപ്പം തുറന്നു കണ്ട് ഇങ്ങനെ ആക്കിയാലും ഇവളും ഇതുപോലെ എൻ്റെ അടുത്ത് ആക്കും കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേന് കുഞ്ഞമ്മ എന്തോ പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ ഇവൾ എപ്പോഴും എൻ്റെ മാലയെ പിടിച്ചുകൊണ്ടിരിക്കും. ഞാൻ നേരത്തെ വ്ളോഗിലും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഹലോ ഹലോ ഹലോ. ഞാൻ ക്യാമറ ഓൺ ആക്കിയിട്ട് ഹായ് കാണിക്കുവാണ് കേട്ടോ. ഞാൻ എപ്പോൾ ഹായ് കാണിച്ചാലും എൻ്റെ കൂടെ ഹായ് കാണിക്കുവേ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം കണ്ടോ യോയോ ഒക്കെ കാണിച്ചത് കണ്ടോ. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ആദ്യം ഈ കൈ കൊണ്ട് ഹായ് കാണിക്കുവാണ്, പിന്നെ അപ്പുറത്തെ കൈ പൊക്കിയിട്ട് അവിടെ ഹായ് കാണിക്കുമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴാണെങ്കിലേ ഞാൻ ആദ്യമായിട്ടാണ് സ്ലീവ്ലെസ് ഇടുന്നത് കണ്ടിട്ടുള്ളത്, കൈയില്ലാത്ത ഉടുപ്പിടുന്ന ദേവ് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് എൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ തടവുമായിരുന്നു. എന്നിട്ട് എനിക്ക് നുള്ളൊക്കെ തരുമായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവൾ ചെയ്യുന്ന ആസ് യൂഷ്വൽ പോലെ എൻ്റെ ചുട്ടിയിൽ ഇങ്ങനെ പിടിച്ച് കറക്കൊണ്ടിരിക്കുമായിരുന്നു. ആര് പറഞ്ഞു മ്യാവൂ? ഞാനാ നിങ്ങളുടെ കാത്തു. അവള് ലാപ്ടോപ്പിലോട്ട് നോക്ക്. എന്നോട് ഇഷ്ടം കൂടാൻ ആർക്കാണ് ഇഷ്ടം? ആർക്കാണ് ഇഷ്ടം? മ്യാവ്. 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 ആര് പറഞ്ഞു കാത്തു? മ്യാവ്. മ്യാവ്. ചേട്ടൻ്റെ പാട്ടെല്ലാവരും കേട്ട് കാണുമല്ലോ. ദേവുവിൻ്റെ അടുത്ത് വരാൻ വേണ്ടിയിട്ടാണ് അൽ ചേട്ടൻ പാട്ട് പാടിയത്. പക്ഷെ ഒരു രക്ഷയില്ലായിരുന്നു, ദേവു വന്നത് പോലും ഇല്ലായിരുന്നു. മുമ്പത്തെ തൊട്ട് ഭയങ്കര ചിരിയായിരുന്നു. ഈ വട്ടം വന്നപ്പോൾ ദേവു അങ്ങോട്ട് നോക്കിയ പോലുമില്ല. പിന്നെ അൽ ചേട്ടൻ ടി വിക്കകത്ത് കാർട്ടൂണൊക്കെ ഇട്ട് കൊടുത്ത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ദേവുവിൻ്റെ കൈ പിടിച്ച് ബൈ ബൈ ഒക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്കിനി അടുത്ത ദിവസം കാണാം കേട്ടോ. ഗൈസ്, അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടു കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്കൊക്കെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇന്ന് അമ്മ വന്നപ്പോൾ എനിക്ക് കൊണ്ടുവന്ന കമ്മലാണ് കേട്ടോ. ഇത് നേരത്തെ ഉള്ള കമ്മലാണ്. ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ എനിക്ക് വേറെ കമ്മൽ കൊണ്ടുവരണേ, ഒരു വെള്ള ജിമുക്ക കൊണ്ടുവരണേന്നാണ് പറഞ്ഞത്. അമ്മ വിചാരിച്ചു ഈ ജിമുക്കയാണ്. അങ്ങനെ ഇത് കൊണ്ടുവന്നു. ഇത് ഇട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പണ്ട് ഞാൻ ഇങ്ങനെ മാറ്റി ഇടുമായിരുന്നു. ഇപ്പോഴാണ് ഞാൻ അങ്ങനെ ഇടാത്തത്. എന്നാലും ഈ കമ്മൽ എങ്ങനെയുണ്ട് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ, കൊള്ളാമെങ്കിൽ. അപ്പം നിങ്ങൾക്ക് നമ്മുടെ കാര്യത്തിലോട്ട് വരാൻ ഞാൻ കമ്മലിലോട്ട് കിടക്കുന്നു. അപ്പം നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒക്കെ മറന്നു പോകരുത്. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അപ്പം ടാറ്റാ ബൈ ബൈ, സീ യു, ലവ് യു.